ഹലോ, ജജ്മാസ് കിച്ചൻ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണസദ്യ ഉണ്ടാക്കിയ കൂട്ടത്തിൽ ഒരു ഡിഷ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ ഒരു പ്രത്യേകതയുള്ളൊരു ഡിഷ്. നേരത്തെ തൊട്ട് അങ്ങനെ ഒരു ഡിഷ് ഓണസദ്യയിൽ എവിടെയും കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുമില്ല. അപ്പോൾ ഞാൻ ഉമ്മാടെ അടുത്ത് ചോദിച്ചു, ഇതെന്താ സംഭവം എന്ന്. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടായിരുന്നു ആ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ക്യാരറ്റാണ് വേണ്ടത്. ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സവാള ആദ്യം തന്നെ ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കണം നമുക്ക്. ഇതേപോലെ നല്ല കട്ടി കുറച്ച് നമുക്ക് ആദ്യം സവാള ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും നമ്മുടെ സവാള ചോപ്പ് ചെയ്തതും, പിന്നെ വേണ്ടത് ഇഞ്ചി, ഒരു കുറച്ച് വലിയൊരു പീസ് ഇഞ്ചി. ഇത്രയും ഇഞ്ചിയാണ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഒരു തക്കാളി. തക്കാളിയും പറ്റാവുന്നത്ര ചെറുതാക്കിയിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഇതിലേക്ക് ഒരു 3 പച്ചമുളക് നെടുകെ കീറിയത്, അതും കുഞ്ഞിതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ വെക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം അതിലേക്ക് കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ നമുക്ക് വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി നല്ലപോലെ ഒന്ന് മൂത്ത് വരണം. നല്ലപോലെ ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഈ ഒരു ഡിഷിൻ്റെ എനിക്കതിൽ തോന്നിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെറുതായിട്ടൊന്ന് കടിക്കാനുണ്ടാവും. ഭയങ്കരമായിട്ട് ഇങ്ങനെ ക്യാരറ്റൊക്കെ ഇങ്ങനെ നമ്മൾ തോരൻ വയ്ക്കുന്ന പോലെ അലിഞ്ഞു പോവില്ല. നമുക്കിതുപോലെ കടിക്കാൻ പാകത്തിനായിട്ടായിരിക്കും ക്യാരറ്റ് ഒക്കെ അതിൽ കിടക്കുന്നുണ്ടാവുക. ക്യാരറ്റ് ഒക്കെ ഒന്ന് ട്രാൻസ്പെറൻ്റായി കിട്ടിയാൽ മതി. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ക്യാരറ്റുമായിട്ട് നല്ലപോലെ ഒന്ന് മിക്സായിട്ട് വരണം. ഒന്ന് നല്ലോണം ചൂടാകുമ്പോൾ തക്കാളി ഒന്ന് സോഫ്റ്റായി വരുമല്ലോ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ക്യാരറ്റും തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിലേക്ക് വേറൊരു ബൗളിലേക്ക് കുറച്ച് തൈര്
അത്ര പുളിയുള്ള തൈരല്ല, കുറച്ച് കട്ടിയായിട്ടുള്ള തൈര്. പാകം പറയാനാണെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെ ഒക്കെ ഒരു തൈരില്ലേ, ആ ഒരു അങ്ങനത്തെ, അധികം പുളിയും ഇല്ല, എന്നാൽ കുറച്ച് കട്ടിയായിട്ടുള്ള തൈര്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം, പച്ചമുളക് ചേർത്ത് കൊടുക്കണം, നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന സവാള അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, തൈരിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, ക്യാരറ്റും തക്കാളിയും കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സാലഡ് ടൈപ്പാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെയും തക്കാളീൻ്റെയും ഒരു കുറച്ചൊരു പച്ചക്കുത്ത് മാറാൻ വേണ്ടിയിട്ട് നമ്മളതിനെ ഒന്ന് വേവിച്ചു, അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ആ കായപ്പൊടി, നമ്മൾ സാധാരണ ഇങ്ങനത്തെ സാലഡുകൾ കായപ്പൊടി ചേർക്കില്ല, കായപ്പൊടിയും കൂടെ ചേരുമ്പോൾ എന്തൊരു പ്രത്യേക തരം ഡിഷ്. അങ്ങനെയാണ് ആദ്യം കഴിച്ചപ്പോൾ തോന്നിയത്. പിന്നെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെയാണ്, പ്രിപ്പറേഷൻ ഇങ്ങനെയാണെന്നൊക്കെ മനസ്സിലായത്. ഇതാണ് സംഭവം. നല്ലൊരു വെറൈറ്റി ഡിഷായിരുന്നു. തൈരും എല്ലാം കൂടെ ചേരുന്നതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു ഇതിന്. അപ്പോൾ നമ്മൾ നോർമലി ഇങ്ങനെ നമ്മുടെ സൈഡ് ഡിഷായിട്ട് തൈര് വെച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഡിഷും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക് യു.